യോഹന്നാന്റെ സുവിശേഷം 2:6 മുതൽ വായിക്കും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് 1 മുതൽ വേഗത്തിൽ വായിക്കും. ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കുറവുണ്ട്. ആ കുറവ് അറിഞ്ഞത് അമ്മ അറിഞ്ഞു. അവർക്ക് കുറവ് അറിഞ്ഞു. കാരണം അകത്തെ പ്രശ്നങ്ങൾ അറിയുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് ഈ പ്രശ്നം നേരത്തെ അറിയും. ആമേൻ. അപ്പൊ യേശു ആ കുറവുള്ള വീട്ടിലേക്കാണ്. ഒരു കല്യാണ വീടാണ്. യഹൂദന്റെ കല്യാണമൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ആ കല്യാണ വീട്ടിൽ ഒരു കുറവുണ്ട്. പ്രധാന വിഭവം വിളമ്പുന്നത് വീഞ്ഞാണ്. അത് സമൃദ്ധിയോടെ കൊടുക്കും. ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നിർത്തില്ല. ഇഷ്ടം പോലെ അവർക്കെടുത്ത് കുടിക്കാം. പക്ഷെ ആ വിളമ്പുമ്പോ അവിടെ അത് തീർന്നു പോയി എന്നൊരു സംഭവം അവിടെ പറയുന്നു. ഇടപെട്ട സന്ദേശം വേറെയാണ്. എന്നാലും കേട്ടോളൂ, വായിച്ചു. അവിടെ നിന്ന് ശുശ്രൂഷക്കാരോട് പറയാ, അമ്മ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടും വല്ല കാര്യമൊന്നുമില്ല. കുറവറിയുന്ന ദൈവം, അതിനെ നികത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയും സമയവും. അപ്പൊ ഈ അമ്മയ്ക്കിത് മനസ്സിലായി. അമ്മ പറയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് പറയുമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ചെന്ന് വിചാരിക്കണം അമ്മ ഇന്നതേ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. എന്താണോ ദൈവം എന്നോട് പറയാൻ പോകുന്നത് എന്തെന്ന് മറ്റൊരാളോടും വെളിപ്പെടുത്തുക. അത് അവന്റെ ഹൃദയത്തിൽ ഇടപെടും. അപ്പൊ അമ്മ പറയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ, കൽപ്പിച്ചാൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്തോ പ്രവർത്തി നടക്കും. അവിടെ കണ്ടോ, അവിടെ ഉപദേശം കൊടുക്കുമ്പോൾ പറയാണ്, ദൈവം എന്തെങ്കിലും നമ്മോട് കൽപ്പിച്ചാൽ, ദൈവം എന്തെങ്കിലും നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ അതനുസരിച്ചാൽ ദൈവപ്രവൃത്തിയോട്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ നമുക്ക് മനസ്സുണ്ടാകും. ഈ 2025 നമ്മൾ കൂടിയിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ദൈവം ഇടതടവില്ലാതെ നമ്മളോട് ഇടപെട്ടിട്ട് നമുക്ക് മനസ്സിലാകായിക പോലെ നാം ചിലതിനെ മറന്നു കളയരുത്. ആമേൻ. 9 കൃപാവരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊള്ളുവിൻ. വിവേചനത്തിന്റെ ആത്മാവിനെ, ആത്മാക്കളുടെ വിവേചനം നിങ്ങൾ പ്രാപിച്ചുകൊള്ളുവിൻ. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിവേചിച്ചാൽ അതിന് ആത്മാവൊന്നും വേണ്ട, നല്ല ബുദ്ധി മതി. ഒരാൾ പറയുന്നത് ബുദ്ധിയാണോ, കറക്കിയാണോ, കറക്കി എറിഞ്ഞതാണോ, എന്നെ ഉദ്ദേശിച്ചായിട്ടാണോ എന്ന് പറയാൻ പ്രത്യേകിച്ച് ആത്മാവിന്റെ രക്ഷൊന്നും വേണം. മനസ്സിലാകുന്നുണ്ട്? അതൊന്നും ഒരു നോട്ടം പാളിയാണ് നോക്കിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു റീഡറും വേണ്ട. അവിടെ കൂട്ടായിട്ട് നടക്കും. എത്ര കൃത്യമായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കണമെന്നറിയാം. മറ്റുള്ളവരുടെ കുറവുകൾ, ആത്മാക്കളുടെ വിവേചനത്തിന്റെ ആഴത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എന്റെ മേൽ വ്യാപരിച്ച ആത്മാവേ. ഈ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എന്റെ മേൽ വ്യാപരിച്ചത് ദൈവാത്മാവാണോ? എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് ആരുടേത്? ഏത് ആത്മാവാണ്? അശുദ്ധാത്മാവാണോ, ദുരാത്മാവാണോ, രോഗാത്മാവാണോ, ലജ്ഞവനാണോ? ഏത് ടീമാ എന്നിൽ വ്യാപരിച്ചതെന്ന് ആത്മാക്കളുടെ വിവേചനം ഉള്ളവന് തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവരുടെ കുറവ് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിവേചനത്തിന്റെ ആവശ്യമൊന്നുമില്ല. വേണം എന്നല്ല ഞാൻ, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു. എന്നാലും ഒരു പരിധി വരെ ജഡത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ജഡസ്വഭാവങ്ങളാണ് ഏറ്റവും സ്ട്രോങ് സിസ്റ്റമേ. അതൊരു ഫൗണ്ടേഷൻ തന്നെ ഇട്ടിട്ടുണ്ട് പിശാച്. അസ്ഥിവാരം വിട്ടിട്ടാണ്, അവൻ അടിസ്ഥാനം വിട്ടുകൊണ്ടാണ് ഈ ജഡത്തിന്റെ ജഡ ക്യാരക്ടറുകളെ നമ്മുടെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് പില്ലേഴ്സുകളാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടല്ലേ 2000 കൊല്ലങ്ങൾക്ക് 2000-ൽ കോപം ഉണ്ടായിരുന്നു, ഇപ്പോഴും കോപം. അന്നുണ്ടായിരുന്ന അതേ ദുർനടപ്പ് ഇന്നുണ്ട്.
വായിൽ നോട്ടമുണ്ട്, ഹൃദയം കത്തിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് മാറാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ മറ്റു പലതും ഇട്ട് നമ്മളങ്ങ് പണിയും. ക്രിസ്തു ഇട്ട അടിസ്ഥാനത്തിന്റെ മേൽ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും പണിയാൻ പറ്റില്ലെന്ന് ആദ്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയല്ല. യേശുവിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ നമ്മൾ ഓലപ്പുഴ കൊണ്ടുവച്ചാലും നടക്കുകയില്ല. മറ്റൊരടിസ്ഥാനം, അതാണ് അപ്പോസ്തലൻ ചോദിച്ചത്, നിങ്ങളെ മയക്കിയതാൽ, മറ്റൊരു സുവിശേഷം പറഞ്ഞ് നിങ്ങളെ നയിക്കിയതാരെന്ന് പറഞ്ഞത്. അപ്പൊ അകത്ത് പില്ലേഴ്സുകൾ ഇട്ടിട്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്? അവിടെ മറ്റൊരു പണി നടക്കുക. ഈ പണിയാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എടുത്ത് 11-ാം അധ്യായം എടുത്ത് നോക്കുമ്പോ അവിടെ പിശാച് മനുഷ്യനെ കൊണ്ട് ഒരു ബാബേൽ ഗോപുരം ഉണ്ടാക്കുകയാണ്. ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷൻ എടുത്ത് ജനത്തെ ഒരുക്കി അവർക്ക് ഐഡിയാസുകളെ കൊടുത്ത് ലീഡേഴ്സിനെ വെച്ചുകൊണ്ട് പട്ടണങ്ങൾ പണിത്, കെട്ടിടങ്ങൾ പണിത്, നടുക്കൊരു ഗോപുരവും വെച്ചു. വച്ചത് ഇതാണ്, ഞാൻ അത്യുന്നതന്റെ അടുക്കൽ പിന്നെ നീ അവിടെ തള്ളിയിട്ടില്ലേ? നിന്റെ മക്കൾ മുഖാന്തരം, നിന്റെ സദൃശ്യത്തിലും ഛായയിലുമുള്ള നിന്റെ മക്കൾ മുഖാന്തരം ഈ ഗോപുരത്തിൽ കൂടി ഞാൻ കയറി അവിടെ വന്നേക്കും. ഇതേ പദ്ധതി അന്ന് പ്രവൃത്തി എന്തെന്നറിയാൻ യഹോവ ഇറങ്ങി നോക്കി. അതിനെന്ത് കളഞ്ഞു? കർത്താവ് ഇറങ്ങിയവരുണ്ട് വല്ല കാര്യത്തിൽ പ്രവൃത്തി എന്തെന്നറിയുവാൻ ദൈവം ഇറങ്ങി വന്നു എന്നൊരു വാക്യം കൂടെ കിടപ്പുണ്ട്. ഭാഷ ഒന്ന് തിരിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ചെയ്ത് താഴെ കിടക്കും. ഹല്ലേലൂയ. ഇന്ന് നോക്ക്, അതേ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് അന്യഭാഷ അടയാളത്തോടുകൂടി ഒരു ഭാഷ. ഹല്ലേലൂയ. അവർ ഐക്യപ്പെട്ടു. ഇപ്പൊ വീണ്ടും ഒരു പണി നടക്കുക, സഭയുടെ പണി, കെട്ടുപണി നടക്കുക. ഇത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയിപ്പിച്ചാൽ നിശ്ചയമായിട്ടും ഈ ഗോപുരം പിശാചിന് കിട്ടാൻ പറ്റുന്ന ഗോപുരം. ഇതേ സമയത്ത് അവൻ വിദ്യ, കല്ലുണ്ട്, എത്ര കിലോ ഉണ്ട്? 50 കിലോ ഉള്ള കല്ലാണ് ഇപ്പൊ വയ്ക്കുന്നത്. സാങ്കല്പികമായി ചില ഗോപുരങ്ങൾ അകത്ത് പണിയും. അതിനെ കോട്ടകളെന്ന് അപ്പോസ്തലൻ വിളിച്ചിരിക്കുന്നു. കോട്ടകളെ ഇടിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം ഉണ്ടാകുന്നു. ആമേൻ. ഇവിടെ അമ്മ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. അടുത്ത വാക്യം. അവിടെ കർത്താവ് പ്രകാശിപ്പിച്ച വിഷയം ഇതാണ്. അവിടെ 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 6 കൂടുതൽ കൽപാത്രം. 2 പറയില്ല, എത്ര പറ വേണോ ഉള്ളു. ഭയങ്കര പറ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ കൊള്ളുന്ന കൽപാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ശൂന്യമാണ്. ഇപ്പോൾ അതിനകത്ത് എന്തില്ല? മറ്റൊന്നുമില്ല. വെറും പാത്രങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ആ പാത്രത്തിന്റെ ഒരു പ്രത്യേകത, ആ പാത്രത്തിനകം ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. പാത്രത്തിന്റെ അകത്ത് പറയില്ല, കൊള്ളുന്നേ ഉള്ളൂ. ഇതിനോട് ചേർത്ത് വേണം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വചനം എടുക്കാൻ. അവർ പ്രാപിച്ചു എങ്കിലും വചനം പ്രമാണിച്ചില്ല. അഭിഷേകം പ്രാപിച്ചു എങ്കിലും പ്രമാണിപ്പില്ല. അത് ആരാധന വരുമ്പോൾ അന്യഭാഷയിലൊക്കെ തീരും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പൊ അന്യഭാഷ. ഹല്ലേലൂയ. ചിലർ പ്രത്യേകമായിട്ട് അതിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നോക്കണം, കൽപാത്രം ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എന്തിരിക്കേണ്ടതായിരുന്നു? ശ്രേഷ്ഠമായത് എന്തൊക്കെയോ അതിനകത്ത് വെക്കാം. എനിക്ക് ഈ പേന കൊണ്ട് തെറി എഴുതിക്കും. ഒപ്പ് മാറ്റിയിട്ടൂടെ? പേന എന്നെ തടയോ? എനിക്ക് പ്രണയലേഖനം എഴുതിക്കൂടെ? 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 പ്രായമാർക്ക് മനസ്സിലാകുന്നത് പോലെ. ഇതുകൊണ്ട് കവിത എഴുതിക്കൂടെ? വചന വെളിപ്പാടുകൾ എഴുതിക്കും. ഇനി മൊബൈൽ എടുത്ത് പൊക്കി നോക്കിയാൽ ഇതേ മൊബൈൽ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഈ കൽപാത്രത്തിനകത്ത് എന്ത് നിറയ്ക്കണമെന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണോ കർത്താവുമായിട്ട് കണക്റ്റഡ് ആയത്, ആ സമയം കർത്താവ്
പറയുന്നതേ നിറയ്ക്കാം. ആമേൻ. അതുവരെ നീ എന്തു വേണോ നിറച്ചോ. ഇരുട്ടിന്റെ അധികാരത്തിൽ നീ ഇരുട്ടിൽ കൂടി നടക്കുമ്പോ തന്നെ വന്ന് നിറഞ്ഞോളും, തന്നെ ഫില്ല് ചെയ്തോളും. പറ എന്നുള്ളൊരു വാക്ക്, പറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അരി ഇളക്കുന്നത് ഇപ്പോഴും ചിലരാണെങ്കിൽ വെട്ടി ഇളക്കും. വെട്ടി ഇളക്കുന്നതിന്റെ കാര്യം ഇളക്കുന്ന വെട്ടി ഇളക്കുന്നത്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല ഇളക്കണേ. അതിനെ എടുത്തിട്ട് വെട്ടരുത്, നിറച്ച് ചേർത്ത് എടുത്തിട്ട് അത് രണ്ട് ഇങ്ങനെ കളയും. ആ മതിയോ? ഇപ്പൊ അങ്ങനെ കൊടുക്കാനില്ലാത്ത എന്ത് ചെയ്യും? ബീഫ് ഫ്രൈ വാങ്ങിക്കുമ്പോൾ 2 തരണം തിരിച്ചിടും പോലെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ട് ദൈവം നോക്കും നീ എന്ത് നിറച്ചു. യേശുവിന്റെ ക്രൂശീകരണം കഴിയാത്തത് കൊണ്ട് അവിടെ നിറവൊന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യമാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അടിയനിതാ എന്ന് പറഞ്ഞത് തുറന്നിരുന്നു കൊടുക്കാൻ അത് മനസ്സിലാവും. ഇത് ആദ്യ സ്നേഹത്തിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോഴേക്കും ഭാര്യ അടച്ചു പോയി, നമ്മൾ ചെയ്തു, റങ്കുപട്ടിയൊക്കെ അടച്ചു വെച്ചു. ഇവിടെ കണ്ട് ആവശ്യം വന്നപ്പോ കർത്താവ് നോക്കിയപ്പോ പാത്രങ്ങൾ ശൂന്യമാണ്. നാളെ ദൈവം എന്നെ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ നോക്കുമ്പോ ദൈവം തന്ന നിക്ഷേപം എവിടെയെന്ന് ചോദിക്കും. നിന്നെ ഏൽപ്പിച്ച നിക്ഷേപം എവിടെ? വാളെവിടെ? ഏൽപ്പിച്ച വാളെവിടെയെന്ന് ചോദിക്കും. അത് ഏത് വാൾ? പത്രോസ് എടുത്ത വാളാണോ? ദൈവം നിന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ എവിടെ? നിന്റെ മേൽ പകർന്ന ദൈവ സ്നേഹം എവിടെ? വിശ്വാസം എവിടെ? പ്രത്യാശ എവിടെ? ഇതെല്ലാം വരങ്ങളാണ്. ആമേൻ. ദൈവം നിക്ഷേപിച്ചത് എവിടെ? മലാക്കി പുസ്തകത്തിൽ എന്താ പറയുന്നത് അറിയാമോ? തന്റെ സമയത്ത് നീ എന്റെ നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നിക്ഷേപം ദൈവം വച്ചിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവിടെ അപ്പോസ്തലൻ പറയാം, അവൻ എന്റെ ഉപനിധി. ഇതെവിടെ ആയിരിക്കണം? ഈ മൺകൂടാരങ്ങളിൽ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ. അപ്പൊ ഞാൻ പ്രാപിച്ചത് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ പാത്രം ശൂന്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂന്യമാണെങ്കിൽ ചിലന്തി വല കിട്ടുമോ ഇല്ലയോ? കിട്ടും. ശൂന്യമാണെങ്കിൽ അടിക്കടിക്കോ പൊടിയടിക്കോ ഇല്ലയോ? വരും. ആമേൻ. പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, 2 തരത്തിൽ ശൂന്യമായിരിക്കാം. വാഞ്ചിയോടും കൊതിയോടും ഇത് പോരാപ്പ എന്ന് പറഞ്ഞ് കൊതിയുള്ള മക്കളെ പോലെ ഇരിക്കും. അവരെ കണ്ടാലും അറിയാം ജീവിതത്തിരിക്കും. ഒരു ലക്ഷം മീൻ കൊടുത്താലൊന്നും തൃപ്തിയാകത്തില്ല. ഒരു ലക്ഷം കൂടെ വെക്കാൻ പറഞ്ഞു, തിരിച്ചാറുകൂടെ ചെയ്താൽ ചോറൂടെ ഉണ്ടാകും. ഇറച്ചിയൊക്കെ വെക്കുമ്പോ വേവിച്ചു തുടങ്ങുമ്പോഴേ തന്നെ കോരത്തിനാന്ന് പറഞ്ഞു. അതൊക്കെ പതുക്കെ കറങ്ങി 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 അവിടെ വരും. അപ്പൊ നമുക്ക് തോന്നും ഉപ്പായാലും നോക്കട്ടെ എന്ന് പറയും, രുചിയുണ്ടോ നോക്കട്ടെ എന്ന് പറയും. ഇത് അറിയാവുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ അമ്മമാര് മോനെ ഇതാടാ ഉപ്പ് നോക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരവയറ് നിറയ്ക്കുക എന്നുള്ളത്. ഇതല്ലാതെ തീമേശയിൽ എത്തിയാൽ അവിടെ ഒരു കൊതി ഉണ്ടാവും. അതിന് ആദ്യമേ തന്നെ നടക്കും. അപ്പൊ അങ്ങനെ ഒരു നിറവുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ നോക്കുന്ന ദിവസം എനിക്കുണ്ട്. അതുകൊണ്ട് അറിയാം, അവനുണ്ട്. അതൊരു നിറവാണ്. ഇനി വേണ്ട എന്ന് വെച്ച് വിഷയം എനിക്കത് മതി. ചിലർക്ക് ദൈവത്തിലുള്ള ഭാവങ്ങൾ വേണം, ദൈവ കാര്യങ്ങളോട്. ഇന്നലെ ഒരു സഹോദരൻ ഞാൻ നാളെ ഒരു സമയം ഉണ്ടാവും. വേറെ പല കാര്യങ്ങളും ചെയ്ത് യേശു 3 ഉപമകൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? വൃദ്ധം പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ തന്നെ അനുഭവിക്കും. നിനക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇക്കിള് വരുമ്പോ പറയുന്ന പോലെ നിനക്ക് വേണ്ടി മരിപ്പാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് തലയാക്കിയിട്ടുള്ളൂ. കർത്താവ് നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പടം എപ്പോഴും ഇല്ലായിരിക്കും. 153, 153, 153. പത്രോസ് പിന്നെ കണ്ടത് ഇതിന്റെ ലാസ്റ്റ് കണ്ടത്. അപ്പൊ അവനോട് പറയാനുള്ള മറുപടി ഇതാണ്, തലയാക്കാൻ എനിക്കിട. ഇപ്പൊ മീന് വേർത്ത് പറയാണ്, വേർത്ത് ഭയങ്കര അമ്മ ഭക്തി. വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ട് പാല് കുടിക്കണം, അമ്മയെ കണ്ട് അപ്പനെ കണ്ട് എനിക്ക് അവധി പറയണം, ഞാനിങ്ങനെ ഒരു തൊഴിലിന് പോവാണ്, വിളിച്ചിട്ടുണ്ട്, കർത്താവാണ് പോകുന്നു, പ്രവാചകനാണ് പോകുന്നു, വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയി യാത്ര പറഞ്ഞു വരട്ടെ. അപ്പൊ കർത്താവ് പറയും, നീ യാത്ര പറയാൻ പോകണ്ട, നീ യാത്ര പറയാൻ കൊള്ളുന്നവനല്ല. ആരോടെങ്കിലും യാത്ര പറയാൻ കൈയാട്ടിയാൽ അവർ വിളിക്കുന്ന വഴിയേ നീ പോകും. അതുകൊണ്ട് പോകണ്ട. അതുകൊണ്ട് എല്ലാവർക്കും യാത്ര കൊടുക്കരുത്, യാത്ര പറയാൻ പോകരുത്. ഇറങ്ങി നിന്ന് യാത്ര പറയാൻ പറ്റുന്നവരുടെ പറയാവൂ.
അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൂടെ അറിഞ്ഞുകൂടും. അപ്പൊ ഇവനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോണ്ട, നീ പോയാൽ എന്ത് ചെയ്യും? എന്നെ കാണുകയല്ല, പക്ഷെ എനിക്ക് നിന്നോട് പ്രിയം, അതുകൊണ്ട് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് മറ്റൊരുത്തനൊരു ഭയങ്കര ഭക്തി ഉണ്ടായി. അവൻ പറയാണ്, എന്റെ അപ്പനെ ഞാൻ നടക്കട്ടെ, ഈ കൊള്ളി വെക്കാൻ ആരും, ഞാൻ ഏക മകൻ, എന്റെ അപ്പനെ കൊണ്ടൊന്ന് കൊള്ളിയൊക്കെ വെച്ചിട്ട് അപ്പം മരിച്ചു കിടക്കുകയാണ്. ഈ അപ്പം എന്ത് മരിക്കുമെന്ന് ആർക്കറിയാം? അപ്പോൾ ഇവന്റെ അപ്പനോടുള്ള സ്നേഹം കണ്ടു. ഇവന് യഥാർത്ഥത്തിൽ അപ്പനോട് മരിക്കാൻ കാത്തിരിക്കുന്നവർ. യേശുവിനോട് പറയുന്ന മറുപടി, നമ്മൾ ഇതൊക്കെ പറയുള്ളൂ, യേശുവിനോട് പറയുന്ന മറുപടികളാണ് അവിടെ കണ്ടത്. ഒരുത്തം പറയാണ്, ചത്താലും ഞാൻ മാറിയില്ല, 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് വേണ്ടി ഓടിയ ടീമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പോക്കുണ്ട്, കരഞ്ഞുകൊണ്ട് ഒക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അതൊരു പിന്മാറ്റമല്ലേ? പക്ഷെ കർത്താവ് കേട്ടോ, ഇവിടുന്ന് സഭയോട് പറയുന്നു, ശൂന്യതയോടെ ഇരിക്കുന്നവനെ നിറപ്പാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിറയ്ക്കുന്നതിന് മുമ്പ് കർത്താവ് ഒരു കൽപ്പന പറയും, അത് ചെയ്യുന്നവനാണ് ചേഞ്ച് ആവുന്നത്. അതാണ് എന്റെ സന്ദേശം. ആമേൻ. അടുത്ത വാക്യം വായിച്ചു. കേട്ടോ, കർത്താവ് അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം നിറച്ചു, ഇതിനകത്ത് വീഞ്ഞ് വരാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കേണ്ടതല്ല. നീ വെള്ളം നിറയ്ക്ക്, ഞാൻ അതിന്റെ മേൽ പരിവർത്തനം ചെയ്യും. വെള്ളങ്ങളുടെ മീതെ ആത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടേ. പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യണമെങ്കിൽ അതിനകത്ത് വെള്ളം ഉണ്ടാകണം. അതിനകത്ത് ദൈവത്തിന്റെ കൽപ്പനയാൽ ചെയ്തത് നിറയ്ക്കും. അവിടെ കണ്ടോ, വക്കോളം നിറച്ചു, അകത്തെന്തെങ്കിലും കൊണ്ടു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ പുറകെയാണ് നടക്കുന്നത്. ആദ്യം നീ അനുസരിക്കണം. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സംസാരിച്ച വാക്യം ഇതാണ്, വചനം കേൾക്കിയാലും വചനം വിശ്വസിക്കിയാലും ദൈവം മഹത്വം അവിടെ വെളിപ്പെടും. അപ്പൊ എനിക്ക് സംശയമായി, ഞാൻ ഈ വാക്കിന് വേണ്ടി ചോദിക്കുന്ന ഇതാണ്, വചനം കേൾക്കിയാലും വിശ്വസിക്കാനും. അതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കേൾക്കാം, വിശ്വസിക്കണമെന്ന്. ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം കേൾക്കണം. ഇവിടെ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ, അവൻ എന്തെങ്കിലും പറയാം, വചനം പറയും, നീ കേട്ടോ. അവൻ ചില കമാൻഡുകൾ പറയും, നീ ഭയപ്പെടണ്ട. ഇല്ല, ഞാൻ ഭയപ്പെടും. നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഞാൻ പോയെന്താ കുഴപ്പം? ഇതാ നമ്മുടെ ചോദ്യം. നമ്മൾ അതിനുവേണ്ടി തക്കവണ്ണം ഒരു ദൂത് വരുന്നവരെ കാത്തിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കും. ഒന്നും വേണ്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും, കർത്താവേ പ്രശ്നങ്ങളുടെ വരുന്ന ഇടപെടും. ദൈവം ഒന്നും ഇടപെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് ചോദിക്കും, എന്തായി കാര്യം, ഞാനിത് പ്രതീക്ഷിച്ചിട്ടാണ്. ദൈവത്തിന് പറയാൻ മറ്റൊന്നായിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇരിക്കും, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും ഇതിന്റെ പ്രശ്നങ്ങളുടെ പേര്. കർത്താവിന് പറയാനുള്ള, പലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാർത്തകളെ ഉറപ്പിക്കും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ, മരണ വാർത്ത പലരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് പറയാനുള്ള ദൂതദാസം. ഹല്ലേലൂയ. അതിനകത്ത് നമുക്കുള്ള സന്ദേശമുണ്ട്, നിറവുണ്ട്, സമൃദ്ധിയുണ്ട്. പക്ഷെ ആ കൽപ്പന അനുസരിക്കാൻ മനസ്സിലാക്കും. ഇവിടെ പറഞ്ഞത് ഇതാണ്, നിന്റെ പാത്രത്തിനകത്ത് ശൂന്യത കിടക്കും. അതുകൊണ്ടാണ് ചിലന്തി കയറുന്നത്, അതുകൊണ്ടാണ് പാറ്റ കയറുന്നത്, അതുകൊണ്ടാണ് അട്ട കയറുന്നത്. ഞാൻ നിന്റെ അകത്ത് നിറയ്ക്കാൻ ആഗ്രഹിച്ച് വരുമ്പോഴൊക്കെ പലതും കൊണ്ട് മലിനപ്പെട്ട് കിടക്കും. ഓരോ ചിന്തിക്കാണ്, എന്തായിരിക്കാം കിടക്കണം. 8ാം തീയതി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവന് ഓരോന്നായിട്ട് ഇങ്ങനെ കീറി പറഞ്ഞു തരും. അപ്പൊ ഇവിടെ പറയാണ്, അപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന ചിലത് ജഡ സ്വഭാവങ്ങൾ കൊണ്ടങ്ങ് ക്ലാവ് പിടിച്ചിരിക്കുന്നത് പോലെ. കർത്താവ് നോക്കുമ്പോ ഇതിനകത്ത് വല്ലതും ഞാൻ തരണമെങ്കിൽ നീ നിറച്ചേണ്ടി. ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ കൽപ്പനയെങ്കിലും അനുസരിച്ച്. ആമേൻ. ഇവിടെ കൂടി ഇന്നവര് പറയണം, അവർ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞു വക്കോളം നിറയ്ക്കാൻ. അപ്പൊ അവർ പറഞ്ഞ് കമന്റ് ചെയ്തത് കണ്ടോ? എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരെ, ശിഷ്യൻ വക്കോളം നിറയ്ക്കണം. അതെ,
പത്രോസ് പറഞ്ഞുണ്ടോ, എന്റെ കാല് മാത്രം എന്തിനു കഴിവുന്നു, എന്നെ മുഴുവനും കഴിയേക്കട്ടെ. ഈ ഒരു ഭാവം നമുക്ക് വേണ്ട. അമ്മ രണ്ട് പിള്ളേരെ പിടിച്ചോണ്ട് വന്നതാണ്. പാസ്റ്ററെ, ഈ മകൻ ചെക്കോസ്ലോവാക്യയിലും ഈ മകൻ കാനഡയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പോവില്ലെന്ന് അറിയണം. ഒരുത്തന്റെ പേര് യോഹന്നാൻ, ഒരുത്തന്റെ പേര് യാക്കോബ്. ഇന്നത്തെ അപ്പന്മാരും കൊണ്ടുവന്ന് എങ്ങനെ തന്നെ ആയിരിക്കും. അവന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം യൂറോപ്പിന്റെ പ്രദേശങ്ങളിലേക്ക് എത്തുമില്ലെന്ന് അറിയണം. ഇവിടെ നല്ലൊരു പദവി. ഈ അമ്മ പറഞ്ഞുണ്ടോ, അമ്മ കൊണ്ടുവന്നത് കണ്ടോ, വേറൊരു അമ്മ അതിനകത്ത് കാണാൻ പറ്റില്ല. യേശുവിന്റെ അമ്മ മാറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ കണ്ടോ, രണ്ട് മക്കളെ കൊണ്ടുവന്നിട്ട് അറിയാണ്, ഒരുത്തൻ എന്റെ വലതുവശത്ത്, ഇതിന്റെ ഇടയിൽ വേറെ ആരും തരണം, എന്റെ മക്കളെ കാണാം. ഇതാണ് ഒരു അമ്മയുടെ വെളിപ്പാട് പ്രാപിച്ചൊരു അമ്മയുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. മൂത്തമ്മയ്ക്കുണ്ടായ വെളിപ്പാടാണ് അവ എന്തെങ്കിലും പറഞ്ഞ ചെയ്യാൻ. ഇത് കത്തോലിക്കക്കാർക്ക് അറിയുന്നു, നമ്മളെങ്കിലും അറിയുന്നു. നമ്മൾ മറന്നതുകൊണ്ടാ ഇടയ്ക്ക് ഇങ്ങനെ ഓർപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ നിറവകത്ത് ഇല്ല എങ്കിൽ, വചനമകത്ത് ഇല്ല എങ്കിൽ, വചനം പക്വോളം ഇല്ല എങ്കിൽ അതിനകത്ത് മറ്റു പലതും കയറിയിരിക്കും. ശൂന്യത വെളിപ്പെടും, ഇല്ലായ്മ വെളിപ്പെടും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറയുന്നു, നീ വക്കോളം വചനം കൊണ്ട് ഈ പാത്രം നിറയ്ക്കണം. അപ്പോഴാ അതിനകത്തു നിന്ന് ഫലങ്ങൾ പുറത്തേക്ക് വരാതെ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൽപ്പന, അതിന്റെ അടുത്തൊരു കൽപ്പന കാത്തിരിക്കുക. ദൈവം കർത്താവിൽ നിന്നൊരു കൽപ്പന കാത്തിരിക്കുക. അപ്പൊ ഓരോ ബക്കറ്റ് വെള്ളം കോരുമ്പോഴും പാത്രത്തിൽ നിറയ്ക്കുന്നത് കണ്ടോ, എവിടെയെങ്കിലും ഒഴിച്ചു കളഞ്ഞോ? ആമേൻ. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ പാത്രം ശൂന്യമായി കിടക്കുന്നത് എന്ത്? ഈ പാത്രം ശൂന്യമാക്കിയത് ആര്? എന്തുകൊണ്ട് ഞാൻ ഇതിനെ വചനം കൊണ്ട് നിറച്ചില്ല? എന്തുകൊണ്ട് വചനം കൊണ്ട് നിറയ്ക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നു? എന്തുകൊണ്ട് വക്കോളം നിറയ്ക്കുന്നില്ല? ഉള്ളത് മതി എന്ന് പറഞ്ഞ് അവിടെ ശൂന്യമാക്കി ഇടരുതേ. എപ്പോ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരിടം മതി അവിടെ കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മനം തിരിയില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്റെ സ്വഭാവം ഞാനിനി മാറ്റില്ല, ഞാൻ മാറ്റില്ല, എന്നെ കൊന്നാലും മാറ്റില്ല. ചത്തു കിടക്കുമ്പോഴും പുറൂറുക്കാൻ ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഭയങ്കര രസമാണ്. ഈ മരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കൂടാതെ ഈ ആറടിയിലുള്ളൊരു കുഴി എടുക്കത്തില്ല. ഷാജഹാനൊക്കെ ചെയ്തു, അല്ലെങ്കിൽ മമ്മിയൊക്കെ ചെയ്തു, റയർ കേസ്. എന്നാൽ ഒരു മനുഷ്യനടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് മനുഷ്യനടക്കാൻ വേണ്ടിയിട്ട് ആരും JBC കൊണ്ടൊന്നുമില്ല. നല്ല ചെത്തി എടുത്തൊരു 6 അടി കൊണ്ടുവന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഓടിയ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്യാൻ ഒരു സിംഗിൾ കട്ടിൽ തന്നെ. ഇപ്പൊ പിന്നെ വേണമെങ്കിൽ അതിന്റെ സൈഡിൽ കൂടി ഒന്ന് കെട്ട്, പാമ്പ് ഉള്ളൊന്നും കയറാതിരിക്കും. എന്നാണ് ഒരു സിംഗിൾ കെട്ടില്ല, അത്ര വീതി ഉണ്ടാവും. എന്ന് പറയുമ്പോ 2 അടി. ഇതാണ് എന്റെ വിചാരം. അളന്ന് നോക്കിയിട്ടില്ല, ഞാൻ അത് നോക്കി. ഇനി താഴേക്ക് ഊർന്നിറങ്ങാന്ന് വെച്ചാൽ അവിടെ ഇതിന്റെ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക്. ഇവിടെ നമുക്ക് പറയാം, തൊട്ടപ്പുറത്തെ കിണറെ കിടക്കുന്നവന് സംസാരിക്കണമെങ്കിൽ വെരിച്ചായി മാങ്ങ പോലെ മാങ്ങ കുഴി ഉണ്ടാക്കിയാൽ അപ്പുറത്ത് കേൾക്കണം. അത്രമേൽ പരിമിതനാണ് ഈ മനുഷ്യനെ. എത്ര അഗാധമായിട്ട് ദൈവം സ്നേഹിച്ചിട്ട് പറയാണ്, നീ കല്ലറയ്ക്കുള്ളിൽ ഒഴുകിപ്പോകേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ലത്, പാതാളത്തിലേക്ക് താഴ്ന്നു പോകേണ്ടവനല്ലത്. അത് പരിശുദ്ധാത്മാവിൽ പറയുന്നു, എന്റെ കൽപ്പനകൾ ഞാൻ പറഞ്ഞതെന്തെന്നും നീ ശ്രദ്ധിക്കുക. ഈ മൺകൂടാരം വചനം കൊണ്ട് പറയട്ടെ, പ്രവർത്തിക്കുന്നത് ദൈവം. ഹല്ലേലൂയ. അകത്ത് വചനം ചെന്നാൽ ആ വചനം പ്രവർത്തിക്കും. അകത്ത് വചനം ഫില്ല് ചെയ്യണം. എവിടെയാണോ ഞാൻ പരാജയപ്പെട്ടത് അവിടേക്ക് വചനം ഇറങ്ങണം. എവിടെയാണ് ഞാൻ രോഗിയായത് അവിടേക്ക് വചനം ഇറങ്ങണം. എവിടെ എനിക്ക് അനുഗമിക്കാൻ പറ്റാതിരിക്കുന്നത് അവിടെ വചനം വ്യാപരിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ശരിയെന്ന് പറഞ്ഞു നടക്കരുത്. നിങ്ങൾ കോപിച്ചാലും ഞാൻ കോപിച്ചാലും രണ്ടിനും കോപമെന്ന് തന്നെയാ പറയുന്നത്. മോശയോട് പിന്നെ സ്വത്തോട് കാണിക്കാത്ത ദൈവം ഇതിനോട് കാണിക്കും. ഇവിടെ ചിലരുടെ മട്ടും പാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാർത്ഥനാ വീരനാണ്, അതുകൊണ്ട് എന്നോട് ദൈവം. അതെ,
പ്രാർത്ഥനയിൽ വെച്ച് നിന്നോട് പറയും മാനസാന്തരപ്പെട്ടാൽ കൊള്ളാം. ദൈവം ഇടതടവില്ലാതെ പറയും. മാനിക്കാതെ വന്നിരുന്ന വരുന്ന ദൈവാസനത്തെ കുറിച്ച് പറയും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ അടുത്തൊരു മീറ്റിങ്ങിന് പോയ സമയത്ത് അത് ഭയങ്കര സന്തോഷത്തോട് തിരിച്ചെല്ലാ ഭക്ഷണമൊക്കെ വിളമ്പി അവരിങ്ങനെ വന്ന് പ്രാർത്ഥിക്കാതിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കാണുകയാണ് ഒരു പാത്രത്തിൽ ഇവർ യാഗം കഴിക്കും. പാത്രം മുഴുവൻ മലിനതാണ്. പാത്രത്തിനകത്ത് പലതും ഒക്കെ വാരിക്കൂട്ടി എന്തൊക്കെയോ യാഗം കഴിക്കും. വിളിച്ചു പറഞ്ഞു മങ്ങി. കർത്താവ് കാണിച്ചത് പറയണ്ടേ, മനുഷ്യരെ പ്രസാദിപ്പിക്കാം. നല്ല ഇടിയപ്പവും നല്ല ചിക്കൻ കറിയായിരുന്നു കഴിച്ചു. പക്ഷെ അതിന് പ്രാർത്ഥിച്ചപ്പോ കണ്ട വിഷയതാണ്, നമ്മൾ യാഗം കഴിക്കുന്നു, അതിനകത്ത് എന്ത് ഇടുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. എന്ത് വയ്ക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിന്നിൽ എന്തുണ്ടെന്നല്ല ദൈവം നോക്കുന്നത്, നീ നിന്നിൽ ഉള്ളതിൽ നിന്ന് എന്തെടുക്കുന്നു എന്ന ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ എടുക്കുന്നു എന്ന ദൈവം നോക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പാത്രത്തിനകത്ത് വചനം ഇല്ലെങ്കിൽ പണി കിട്ടുകയെ. എല്ലാ പ്രാവശ്യവും അമ്മയും വീശും കൂടെ വന്നിട്ട് നിറയ്ക്കുന്നു പറയും. ഓരോ സഭായോഗത്തിനും ഓരോ ഫാസ്റ്റിംഗ് പ്രേയേഴ്സുകൾക്കൊക്കെ നല്ല ദൂതല്ലേ കിട്ടിയത്. ഇനി ഞാൻ നാളെയും പറയും നിറയ്ക്കില്ല കുറച്ച് വാക്സിൻ അമ്മാച്ചരെ കുടിയിരിപ്പാൻ വക്കോളം നിറയ്ക്കണം. ഒരു മാറ്റം സംഭവിക്കുവാൻ വക്കോളം നിറയ്ക്കണം. ഒരു പരിവർത്തനം നടക്കാൻ വചനം ആവശ്യം. ഹല്ലേലൂയ. ആദ്യം വചനമുണ്ടായിരുന്നു. ദൈവം ആകാശങ്ങളെയും മൃഗങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളങ്ങൾക്ക് മീതെ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെള്ളം വചനമാണ്. ഇവിടെ കണ്ടോ, വെള്ളം എന്ത് ചെയ്തു? വാക്കുകളോളം നിറച്ചു. ഇതാണ് പറയുന്നത്. ഉണ്ട് ഉണ്ടോ ഇല്ലേ? ശീതവാനാണോ? ശീതവാൻ. ഇഷ്ടവാനാണോ? വചനമുണ്ടോ? വചനം അറിയാമോ? അറിയാം. ഒരു കർത്താവിന്റെ മറുപടി വായിൽ നിന്ന് ഊഴ്ന്നു കളയെന്ന് പറയും. ഇങ്ങനെ പറയില്ല കർത്താവ്. ഞാൻ എന്തോരം ത്യാഗം സഹിച്ചിറങ്ങുന്നു. ഞാൻ എന്തെല്ലാം വേണ്ടെന്ന് വെക്കുന്നു. പക്ഷെ പലത് ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാകും? നിവൃത്തിയില്ലാത്തതാണ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആകും. ഒരു ദൂതായിട്ട് പറയുന്നു, വാക്കുകളെന്ന് ഇറങ്ങി. ബാക്കി കർത്താവ് കോരി ഒഴിക്കും. ഗബ്രിയേൽ ദൂതനെ വിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കണോ? ഒഴിക്കേണ്ടത് ഞാനാണ്, നിറയ്ക്കേണ്ടത് ഞാനാണ്. അതിനെ പരിവർത്തനം ചെയ്യുന്നത് ദൈവം. ഹല്ലേലൂയ. നേരെ മറിച്ച് ആദിമസഭയുടെ കാലത്തൊന്നും ഇതുപോലെ ബൈബിളില്ലായിരുന്നു. അതുകൊണ്ട് സഭായോഗം ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ നിർത്തിയില്ലെങ്കിൽ അടിയിറക്കുന്നു. നമുക്ക് പിരിയാമെന്ന് പറയുമ്പോഴായിരിക്കും അടുത്ത ദൂത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നെങ്കിൽ അതൊന്നും നടക്കും. കാരണം നിത്യതയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പ്രസംഗിച്ചത് യൂത്തിക്കോസ് ഉറങ്ങി വീണ് കഴിച്ചെടുക്കുന്നത്. ഇപ്പൊ യൂത്തിക്കോസേ വീണുള്ളൂ. യൂത്തിക്കോസിന്റെ അപ്പുറത്തിരുന്നവന് വീണില്ല. പക്ഷെ യൂത്തിക്കോസിനെ അവന്റെ ബലഹീനതയെ ആര് സ്നേഹിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. അടുത്തേക്ക് കരം കൊടുത്ത് പറയും, വാക്കോളം നിറയ്ക്കും. ഇനി ഈ പാത്രത്തിനകത്തേക്ക് വെള്ളം വീഴുമ്പോ അവനവൻ പറയേണ്ടതാ. ഈ വെള്ളം വീഴുമ്പോ അതുവരെ ഉണങ്ങിയിരുന്ന വരണ്ടിരുന്ന ഈ പാത്രത്തിന്റെ അകത്ത് ഒരു ഗന്ധം വരും. പച്ചവെള്ളം ഒഴിച്ച് നല്ല വരണ്ടിരുന്ന മരുഭൂമിയിലെ വരൾച്ചയാണ്. ആ വരണ്ടിരുന്നതിന്റെ അകത്തേക്ക് ഇങ്ങനെ വെള്ളം വീഴുമ്പോ നമ്മളീ ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ മണം എന്ന് പറയുന്നൊരു സാഹിത്യമൊക്കെ കയറി വരും. മണ്ണിന്റെ ഒരു മണം എന്നതുപോലെ ഈ വചനം ഇങ്ങനെ ഇതിലേക്ക് വീഴുമ്പോ ഒരു നനവ് പടരും. ഹല്ലേലൂയ. വളരെ ശക്തമായ രീതിയിൽ ആത്മാവിൽ പറയുക, പ്രകാശിപ്പിച്ചതിനെ പറയുക, വചനം അകത്ത് വീഴുമ്പോൾ ഒരു നനവ് പടരും, കട്ടകൾ ഇടയാൻ തുടങ്ങും. വചനമകത്ത് വീഴും, അതിന്റെ ഭിത്തികളിലേക്ക് വ്യാപിക്കും. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ നനവ് വ്യാപിക്കും. നിങ്ങളുടെ കൂജയിൽ വെള്ളം വെച്ചിട്ടുള്ള കൂജയിൽ നിങ്ങൾ പോയി പുറത്ത് നോക്കിയിട്ടുണ്ടോ? നല്ലൊരു തണുപ്പായിരിക്കും. നേരം വെച്ച് കുടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചട്ടി എടുത്ത് നോക്കും, എന്നിട്ട് അകം നോക്കും,
കഴുകാതെ ഉപയോഗിക്കാൻ പറ്റും, ചാണകം വീഴാതെ തീ വയ്ക്കാൻ പറ്റും. സംഗതി വെന്ത് വന്നതാ, പക്ഷെ കൊന്നിയുണ്ട് പ്രോസസ്. എന്നാൽ നിറച്ചിരിക്കുന്നതിന് നമ്മുടെ കുടുംബം തന്നെ അതിൽ നിന്ന് ഇച്ചിരി ഒരു കപ്പ് വെള്ളം കുടിക്കുമ്പോ ആ വെള്ളം കുടിക്കുന്നവന് തൊണ്ടിൽ പിച്ച് പിച്ച് വരും. ഹല്ലേലൂയ. ഇതുപോലെ ഈ വചനം ഭക്ഷിക്കുമ്പോൾ ഇതകത്തെ ആ മൺകൂടാരത്തെ നനയ്ക്കാനും, ഹല്ലേലൂയ, ഇത് അവന്റെ സന്ധി മജ്ജകളിലേക്ക് ഇറങ്ങും. ആദ്യം ഒഴിച്ച് വെള്ളമൊക്കെ ഈ മൺകൂടാരം പിടിച്ചെടുക്കുക, നിറയുന്നത് പിന്നീടാണ്. ആദ്യം ഒഴിക്കുന്നത് വക്കോളം, അതിനകത്തുള്ള എല്ലാ വരൾച്ചകളും മാറുകയാണ്. ഹല്ലേലൂയ. ഈ ഉപവാസം പ്രാർത്ഥനയ്ക്ക് പറയുന്നത് ഇതനുസരിക്കുന്നവന്റെ മേൽ, വചനം വക്കോളം നിറയ്ക്കുന്നവന്റെ മേൽ, മാറില്ല എന്ന് വെച്ച പല പ്രതിസന്ധികളുടെ മേലും ദൈവത്തിന്റെ കരം അനുകൂലമായി വ്യാപരിക്കും. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഒഴിച്ച ഒരു ബക്കറ്റ് പോരാതെ വന്നു. കാരണം 2 ബക്കറ്റ് ഒഴിച്ച് നിറയുന്ന പാത്രമോ, 1 ബക്കറ്റ് ഒഴിച്ചിട്ട് ഒന്നും കാണാനില്ല. ഇതെല്ലാം വലിച്ചെടുത്തു. ഇത് ഫസ്റ്റ് ലവ്. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആദ്യ യോഗത്തിലൊക്കെ പോയിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു, ഈ താഴെ ഇരിക്കുമ്പോൾ ചുമ്പിരിക്കും. കാരണം എന്താണെന്നറിയോ? എനിക്കുള്ളതാണ് ആദ്യം വരാൻ. എനിക്കുള്ള ദൂത് എവിടെ? എനിക്കുള്ള ദൂത് എവിടെ? എനിക്കൊന്നും ഇല്ലപ്പാ, ഒന്നുമില്ലപ്പാ. വരാതെ പോയിട്ടില്ല. ഹല്ലേലൂയ. ഇനി അടുത്തെന്താ? അടുത്ത മീറ്റിംഗ് എന്താണ്? അടുത്ത മീറ്റിംഗ് അടുത്ത മാസമല്ലേ ഉള്ളൂ പാസ്റ്ററെ. ഈ മാസം എല്ലാം കഴിഞ്ഞില്ലേ പാസ്റ്ററെ? ഇനി എന്തെല്ലാം ഉണ്ടോ പാസ്റ്ററെ? നമുക്കൊരു നിറവായി പോയെന്നേ. ചില മട്ടുപാവൊക്കെ ഇരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാൽമേൽ കാൽ വെച്ച് ഒരു 90 വയസ്സായ പാവത്തിൽ ഇരിക്കും, അകത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ ആദ്യം വീണ വെള്ളം അങ്ങ് അകത്തേക്ക്, നമ്മൾ കണ്ടറിയാം, അതങ്ങ് അകത്തേക്ക് ഒഴിച്ചു. പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അത്രയും അങ്ങനെയല്ല കാണും. മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അങ്ങനെയല്ല, കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഈ മൺകൂടാരത്തിന്റെ ചിലതിലൊക്കെ തീരെ അങ്ങ് കുറഞ്ഞിരിക്കും. ഇത്ര അല്ലല്ലോ ഒഴിച്ചെന്ന് തോന്നുന്നു. നല്ല ദാഹമുള്ള മണ്ണ്. അതിപ്പോ ഉൽപ്പത്തി വായിച്ചാൽ തീരത്തിൽ, വെളിപ്പാടിലേക്ക് തന്നെ, വെളിപ്പാട് വായിച്ചാലും മനസ്സിലാവും. തീരത്തിൽ പുതി വന്നിട്ട് എന്ത് ചെയ്യും? റോമറിൽ കയറും. അതും കഴിഞ്ഞിട്ട് അടുത്തേക്ക് എന്ത് ചെയ്യും? സുവിശേഷത്തിൽ കയറും. രണ്ടാമത്തേതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കും. ഇത് കഴിയുമ്പോൾ സങ്കീർത്തനം കൊണ്ടുപോയി സങ്കീർത്തനത്തിലേക്ക് വായിച്ച് തീരും. കൊതിയുള്ളവൻ ഇങ്ങനെ ഒരു പറ്റല്. അപ്പോഴേക്കും അടുത്ത ബക്കറ്റ് ഒഴിച്ചു. ഇങ്ങനെ നനഞ്ഞ് കുറിന്ന് ഒരു തണുപ്പൊക്കെ വ്യാപരിച്ചിട്ട് ഇപ്പോൾ വക്കോളം നിറച്ചു. എല്ലാവരും പറഞ്ഞോട്ടെ. അപ്പോ സഭ വചനം കൊണ്ട് നിറയുന്നു. ആമേൻ. വചനമില്ലാത്ത സഭ പൊട്ട, അതിനകത്ത് ചിലന്തി കയറും. ഇതൊക്കെ മനസ്സിലായി? വൃത്തിയിട്ട ചിലന്തി കയറിക്കളയേ, വട്ട ചൊരുപിടിക്കുന്ന ചിലന്തി കയറിക്കളെ. ആമേൻ. മുളയട്ട കയറും, ബ്ലഡ് ഊറ്റും. ഇവിടെ നിറച്ചു വെച്ച കുഴപ്പമില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. കർത്താവ് പറഞ്ഞു, അവിടെ നിന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. കൈവച്ചൊരു ബഹളമൊക്കെ ഉണ്ടാക്കി 4 ആള് കേൾക്കെ തലകുത്തി പറഞ്ഞിരുന്നു. നമ്മൾ ചില വീട്ടിലൊക്കെ പറയും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാടുന്നുണ്ട്. നിരക്ക് കാണുക. ഇവിടെ കർത്താവ് കൽപ്പനകളുമാണ്. ദൈവജനത്തിന്റെ ശക്തി കൽപ്പനകൾ മാത്രം. അതനുസരിക്കുന്നവന്റെ മേൽ പ്രവൃത്തി വെളിപ്പെടുകയാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ കർത്താവ് അടുത്തൊരു കൽപ്പന കൊടുക്കും. ഇനി നിങ്ങൾ കോരെ എന്നാണ്. ഇതിനിടയിൽ എപ്പോഴാ ഇത് വീഞ്ഞായി മാറിയത്? ദൈവമക്കളെ, അങ്ങനെ ചില നിക്ഷേപങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. നമ്മൾ വരുമ്പോ പറ്റും, കർത്താവ് വരുമ്പോ അതെങ്ങനെ വരും? ഹല്ലേലൂയ. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകട്ടെ എന്ന് പറയുമ്പോ എന്ത് ഫലമാ കായ്ച്ചത്? വെടിവെച്ചതാണ്. നമ്മളെ കായ്ക്കുന്ന ഫലം ഏത്? അപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങൾ ആ വാക്കിന്റെ ഇടയിൽ എപ്പോഴോ ഒരിക്കൽ ഒരു അത്ഭുതം അവിടെ ആ വെള്ളത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നു. ആത്മാവ് വെള്ളത്തിന്റെ വിധ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വചനം നിറയപ്പെടുമ്പോൾ വചനത്തിനകത്തു നിന്ന് ദൈവശക്തി വ്യാപരിക്കും. ഇപ്പോൾ ആ ശക്തി മൺകൂടാരങ്ങളിൽ അത്രേ ഇരിക്കുന്നത്. കർത്താവ് സഭയോട് പറയാ, നീ അത് കോര്.
എങ്കിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നീ അത് കോരി വിളമ്പ്. പന്തി പന്തിയായിരുന്ന് ശിഷ്യന്മാരുടെ കയ്യിൽ അപ്പം കൊടുത്ത് അത്രയും കൊണ്ടുപോയപ്പോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ അപ്പത്തിന്റെ ഒരു വസ്തു പിടിക്കും. ഭർത്താവ് പറഞ്ഞു അത് ചെയ്തോളൂ, ആരെയും ഏൽപ്പിക്കരുത്, ചെയ്യരുത്, എന്നെ കൊണ്ട് പറ്റില്ല, നീ ചെയ്യും. എന്റെ കാര്യത്തിൽ തീരുമാനമായി. നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് കർത്താവിനറിയാം, പക്ഷെ നിന്റെ മടിയാണ് കാരണം. ആമേൻ. അപ്പൊ ഇവിടെ കണ്ടോ, അവർ അനുസരിച്ചപ്പോൾ ആ വെള്ളം വീഞ്ഞായി മാറിയത് അറിഞ്ഞില്ല. നിറമുള്ളവന്റെ അകത്ത് ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കും. അതിനകത്ത് പരിശുദ്ധാത്മാവ് അവനെ വീഞ്ഞാക്കി മാറ്റും. പിന്നത്തേലും പറയുന്നു, രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും നല്ലൊരു വീഞ്ഞ് ഇസ്രായേലിൽ വിളമ്പില്ല. ഹല്ലേലൂയ. അത്ര നല്ലൊരു നിക്ഷേപമാണ് ഞാനെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? പുതുനിയമ സഭ അനേകർക്ക് വിളമ്പപ്പെടാനുള്ളതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നുറുക്കി കൊടുക്കാനുള്ളതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനയിലും കർത്താവിന്റെ മേൽ തന്നതിന് ഞാൻ 10 പേർക്ക് നുറുക്കി കൊടുക്കും. ഏതെങ്കിലും 2200 100 വീട്ടിൽ കടം. ഇതൊക്കെ നമ്മളെ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോ നിറവാ ദൈവത്തിന്റെ നോക്കിലെല്ലാം. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോഴൊക്കെ നിറവാ. നിറവില്ലെന്ന് 2 ദിവസം പറഞ്ഞേ ഉള്ളൂ. കിഴക്ക് നിന്ന് നിറവ്, വടക്ക് നിന്ന് നിറവ്, തെക്ക് നിന്ന് നിറവ്, പടിഞ്ഞാറ് നിന്ന് നിറവ്, വീടിന്റെ 4 നിറവ്. ഈ ഭാര്യ അടുത്ത 2 ദിവസമാണ്. ഇനി വന്നുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും നിറവ് ഉണ്ടാക്കും. ഈ ഒരു നിറവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പിന്നെ പച്ച ഗീതാമ്മ പച്ച ഉറ വന്നിരിക്കും, ഒരു ഉണങ്ങിയ ഉറ കൂടെ വരും. ഞാൻ കൂടി പച്ച ഉറയ്ക്കണേ നല്ല പറഞ്ഞു. അങ്ങനെ വെച്ചാൽ നമുക്ക് തികയത്തുള്ളൂ. ഇപ്പൊ വയ്ക്കാൻ പച്ചയില്ല, അല്ല വെച്ചാൽ മാത്രം കൊടുക്കാം. അപ്പൊ ഇങ്ങനൊരു നിറവ് ദൈവത്തിന്റെ മക്കൾക്കുണ്ട്. പക്ഷെ നമ്മൾ ആരെ നോക്കും? സാരഫാത്തിലെ വിധവയെ നോക്കും, എലീശ കോടാലിവൃത്തിക്കാരെ നോക്കും, 5 അപ്പം കൊണ്ട് 5000 പേരെ പൊറ്റി നോക്കും. നമ്മുടെ മുമ്പ് കണ്ണാൽ കണ്ട അത്ഭുതങ്ങളെ വിശ്വസിക്കണ്ടായോ? മുടന്തൻ നടന്നാൽ മാത്രമേ സൗഖ്യമാവുള്ളൂ. വയറുവേദനയുള്ളൊരു വയറുവേദന മാറുമ്പോ അറിയാം അതിന് സുഖം. തലവേദനയുള്ളൊരു തലവേദന മാറുമ്പോ അറിയാം, തലവേദന മാറി. മൂക്കിച്ച് ഞാൻ ഇടയ്ക്ക് ചുമച്ചിട്ടേ ഇള്ളോളം പോകുന്ന ഇച്ചിരി കഫം വന്ന് ഇവിടെ ഇരുന്നിട്ട് ചുമ ഒന്ന് പുറത്തു പോകുമ്പോൾ ഒരു ആശ്വാസം. ചുമക്കുന്നവനെ കണ്ടൊരു മാനമില്ലായിരുന്നു, നല്ല മാനം. ആമേൻ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന എനിക്ക് ഏതൊക്കെ മേഖലകളിലുണ്ട് നോക്കണം. നിറമുള്ളവന്റെ അകത്ത് നിറമുള്ളവൻ വീഞ്ഞാണ്. ഒന്ന് പറഞ്ഞാട്ടെ, നിറമുള്ളവൻ. ഈ വീഞ്ഞ് മനുഷ്യരൊഴിച്ചതല്ല. ഏത് ചക്കിലാണ്? എത്ര സമയമെടുത്തു? നമുക്ക് വചനമുണ്ട്, നിറവില്ല. അറിയാം, ഉള്ളോളം അറിയാം. അതും വെച്ച് സമ്പന്നൻ എന്ന് പറഞ്ഞു നടക്കും. നിറയ്ക്കട്ടെ. ഇത് ഞാൻ വിടുവാണ്. എടുത്തു ഏൽപ്പിക്കുക, വക്കോളം നിറയ്ക്കണം. അത്ഭുതപ്പെടുത്തിയ വാക്യം ഇതാണ്. യേശു വന്നു, കരങ്ങളെ നീട്ടി ഒരു കരം സ്വന്തത്തിൽ മക്കളെ അനുസരിച്ച പ്രവൃത്തി ഒഴുകും. ഹല്ലേലൂയ. ഫലങ്ങൾ ഒഴുകും. ഞാനും കർത്താവാകരുത്. കർത്താവെ നീ ഉയർന്ന കർത്താവ്, ഞാൻ ചെറിയ കർത്താവ് ആകരുത്. സ്വയം എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ ദൈവമാകുന്നേ. യഹോവയെന്ന് ആരെങ്കിലും വിളിച്ചാൽ മതി. കൂടെ നമ്മളെന്തായി തീരും? അത്യുന്നതന്റെ അടുക്കൽ ഇരിക്കുന്ന ആളായിട്ട് നമ്മൾ പറയാറില്ല, ഞാനൊരു വാക്ക് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ ഞാൻ കേട്ടത്. എന്തിന് ദൈവം തമ്പുരാൻ? നീ പോലും ജന്തുവല്ല. ചിലർ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ദൈവം എന്നൊക്കെ ചോദിച്ചു കളയണേ. ഞാൻ ഒരാളെ വെറുത്താൽ വിശ്വാസം പറയും. ഞാൻ ഒരാളെ വെറുത്താൽ പിന്നെ എനിക്ക് ആ ദൈവം എന്താ പറയണെന്ന് അറിയും? നീയുമായിട്ട് ഞാൻ ഒരു ബന്ധുവും, നീ എന്നേ പോയി. അങ്ങനെ പറഞ്ഞ് അഭിഷിക്തരെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും വല്ല കടങ്ങൾ വല്ലോ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ കളച്ചു നിറയ്ക്ക. അമേൻ. ഇനി ആ വാക്യം വായിച്ച്.
ഇങ്ങനെ നിറച്ചു, ഇനി നിറയ്ക്കാനില്ല. വചനം കൊണ്ട് നിറയുന്നവന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമോ ഇല്ലയോ? അടുത്ത വാക്യം വായിച്ചേ. മതി അരമതി എന്ന് പറഞ്ഞ കർത്താവ്. ഹലോ, എല്ലാത്തിനും അര നിറയ്ക്കെന്ന് പറഞ്ഞോ? ഇല്ല, പാവം കോരി തളർന്നു കാണും. പത്രോസ് പൂർണ്ണ കണ്ടിട്ട് സങ്കടം മതി. പത്രോസ് സാറേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു അഡ്ജസ്റ്റ് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. നടക്കുക. അപ്പൊ പിന്നെ അന്ത്രയോസ് കോരിക്കൊണ്ടിരിക്കുമ്പോ അന്ത്രയോസ് പാവം ഇന്നലെ രാത്രി സമീപിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ പാവം നമ്മുടെ ശരീരത്തിൽ ഭർത്താവ് പറഞ്ഞു മതി കാര്യം നിറച്ച. അപ്പൊ അടുത്ത് പറയാ നീ ഇനി അത് പോരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ അടിവക്കിലേ ഉള്ളു വെള്ളം, ചിലരിങ്ങനെ നിറയ്ക്കണമെന്ന് ചിലർ പറയുന്നുണ്ടോ, നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു പാസ്റ്റേ, ഞാൻ നിറച്ചുകൊണ്ടേ ഇരിക്കുന്നു. അടുത്ത കാത്തിരിപ്പ് യോഗത്തിന് മുമ്പ് നിറയപ്പെടും. ആര് കണ്ടുകൊണ്ടോ ഇല്ലയോ? കർത്താവിന്റെ വരവ് അതിന് മുമ്പോ ഇല്ലയോ എന്ന് ആര് കണ്ടു? എന്നോട് 2010 പറഞ്ഞത്, 2006 2008 പറഞ്ഞതാണ്. യേശു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനം 2025 അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇതൊരു കാരണം ഇനി യേശു വന്ന് പ്രത്യക്ഷപ്പെട്ടു പറയും. കൂടെ മറിയ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം ആരെന്ന് മനസ്സിലാക്കും, ഈ വാക്യം എന്തെന്ന് മനസ്സിലാക്കും. കൽപ്പന അനുസരിക്കുന്നവന്റെ മേൽ പ്രവൃത്തി വെളിപ്പെടുന്നു. അവൻ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞായി മാറും. വെള്ളം കോരി ശുശ്രൂഷക്കാരാ, വേലക്കാരനെ ഇതൊക്കെ ചെയ്യൂ പറഞ്ഞ. മറ്റതൊക്കെ അങ്ങനെയല്ല. ഈ ആട് പുതുക്കിയിടും പോലെയാണ്. മുഴുവനും പുറത്ത് കളയുകയില്ല, വൃത്തിയാക്കി കൊണ്ടു കിട്ടും. നിങ്ങൾക്ക് അറിയത്തില്ല ആടിന് എന്തൊരു സ്വഭാവം. ആടിന് എല്ലാം ആടിന്റെ യജമാനം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി അതിനെ കൊടുത്തുകൊണ്ട് നല്ല നിലത്ത് കിട്ടുമ്പോൾ ഇഷ്ടം പറ്റുന്ന 2 എണ്ണം അപ്പോഴും അവിടെ ഉണ്ട്. ഒറ്റയടിക്ക് ഇട്ട് തീർത്തിട്ട് നമ്മളെപ്പോലെ രാവിലെ ഷട്ടടച്ച് പോകുന്ന പരിപാടിയൊന്നും ആടിനില്ല. ആ വൃത്തി എന്നുള്ളത് അത് അവിടെ കുഴപ്പമില്ല. ഞാൻ അതിന്റെ മേലെ യജമാനനി എന്ന് പറയുന്നത്. ശുശ്രൂഷക്കാരൻ അങ്ങനെയല്ല, പറഞ്ഞതിനെ അങ്ങനെ ചെയ്യും. നമ്മെ നിറയ്ക്കാൻ പറഞ്ഞ നിറയ്ക്കും. നഷ്ടന്റെ വേദന പറഞ്ഞു നിറച്ചു. അടുത്ത കൽപ്പന ഇതാണ്, നീ കോരിക്കൊണ്ട് കൊടുത്തു. ഇവിടെ സംഭവം നടക്കുന്നേ, പ്രവൃത്തി പിന്നെ കാണുന്നേ. ആദ്യം വചനം നിറയ്ക്ക്, വിശ്വസിക്ക്, ദൈവ പ്രവൃത്തി വെളിപ്പെടും. ബാക്കി വായിക്കും. എന്തോ വിരുന്ന് വഴി ജാതിയാണ്. നമ്മളുടെ നല്ല സ്വഭാവം, നമ്മളിൽ നിന്ന് ഒഴുകുന്ന വീഞ്ഞ് കണ്ടെത്തും. എനിക്കും ആ വീഞ്ഞൊന്ന് രുചിച്ചു നോക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടാവും വരില്ല, നാളെ കാണും പറഞ്ഞു 6 മണിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കും. 6 മണിക്ക് പക്ഷെ അവർക്ക് ഈ വീഞ്ഞിനെ കുറിച്ച് എന്തുണ്ട്? ചില പറയും നമ്മളോട്, നിങ്ങൾ പാടി ആരാധിച്ചത് അങ്ങ് എത്തി കേട്ടോ, കേട്ടു ഗുണം. നമ്മള് ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുക, നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, നമ്മളിന്ന് പുറപ്പെടുന്ന ഫലം. അടുക്കളയിൽ 5 പെണ്ണുങ്ങൾ കൂടിയ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞത്? പക്ഷെ അവിടെ ഒരു 5 വചനം വിളമ്പിയാണ്, ആ വചനം ഉച്ചത്തിൽ പറഞ്ഞാൽ പ്രസംഗം പോലെ ആവില്ലേ? എന്താണെന്ന് ചോദിച്ചാൽ കുന്താണെന്ന് പറയുകയാണെങ്കിൽ നിന്റെ വാക്കകത്തിരിക്കുന്നത് വേറെയാണ്. അനുതാപമില്ലാതെ വന്ന് കർത്തൃമേശയ്ക്ക് കൈനീട്ടുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനൊന്നുമില്ല, ക്ലിയറാണ്. ഇവിടെ നിങ്ങൾ 3-4 ആവർത്തിച്ചാണ്. 1 യേശു കൽപ്പിച്ചു, 2 ശിഷ്യന്മാർ അനുസരിച്ചു, 3 കോരാൻ പറഞ്ഞു, കോരി വിളമ്പാൻ കൊടുക്കേണ്ടവന്റെ അടുക്കലേക്ക് ചെന്നു അനുസരണയുള്ളവനാകുന്നു. ദൈവം മഹത്വം വ്യാപരിച്ചു. അപ്പോഴാണ് ഈ ജാതി രുചിച്ചു നോക്കിയത്. അതാണ് ഷെഫിന് കഴിയാത്തത്. എന്റെ കർത്താവിന് കഴിയും. ഷെഫ് അവിടെ നോക്കി, എനിക്ക് എന്ത് ചെയ്യും?
ഇനിയിപ്പോ ഓർഡർ ചെയ്യണം. കല്യാണ വീട്ടിൽ പൊറോട്ട നിന്ന് പോയി നമ്മൾ പോയി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. 10 കടയിൽ കയറുമ്പോൾ പൊറോട്ട കിട്ടും. പക്ഷെ രാത്രി 10 ആയിട്ടാണ് പൊറോട്ട ചെയ്യുന്നത്. ഫുഡ് തീർന്നാണ്. പണ്ടത്തെ കല്യാണത്തിനൊക്കെ ബേക്കറി വെച്ചാൽ കണ്ടി 8 മണിയാകുമ്പോൾ വിളിച്ച ആൾക്കാരുടെ ഇരട്ടി വരും. ഒരു വീട്ടിൽ നിന്ന് 6 പേര് വന്ന് ഒരുമിച്ച് കട്ടി പോകുന്ന എല്ലാം ചെയ്യും. അപ്പൊ പതുക്കെ അന്നത്തെ പിരിവൊക്കെ പാവങ്ങള ചെയ്തത് കപ്പപ്പഴം 1 കൊടുക്കും. അടുത്ത പ്ലേറ്റിൽ കപ്പപ്പഴം കാണുക. മിച്ചറിന്റെ 2 കടല. നമുക്ക് എത്തിക്കണ്ടേ വലിച്ചില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഷെഫിന്റെ വാവളിഞ്ഞു പോയി. അവൻ രുചിച്ചു നോക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ. ആ വീട്ടില് ഈ ഷെഫിനെ കൂടെ വെച്ചേക്കുന്നു. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോ 12 കുട്ട കൊണ്ടുവരുമ്പോൾ 6 കൽപാത്രങ്ങൾ ഇതിലത് 6 നിറഞ്ഞ് തുളുമ്പി 6. ഹല്ലേലൂയ. 2025 6 ഹല്ലേലൂയ നിറഞ്ഞ് തുളുമ്പി. അപ്പോൾ ചിലർ അതിനെ തൊട്ട് രുചിച്ച് നോക്കിയിട്ട് ഉദയവനെ വിളിച്ചു പറയും, വല്ലാത്തൊരു രുചിയായി. മീറ കലർത്തിയ വീഞ്ഞല്ല, നല്ല രുചികളും. അവൻ കുളിപ്പിച്ച് നാറ്റിച്ച വീഞ്ഞല്ല, ഫ്രഷ്. ഹല്ലേലൂയ. കുളിപ്പില്ലാത്ത അപ്പമല്ല. ആമേൻ, ആമേൻ. അവൻ മന്ദിനെ കുളിപ്പിക്കത്തില്ല, അവൻ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. അത് സഭയോട് പറയുന്നു, നീ നിറയ്ക്കണം. 1. 2, നീ കൽപ്പന അനുസരിച്ചാൽ നീ അനേകർക്ക് വിളമ്പുന്നവനായി, ശ്രേഷ്ഠമായത് കൊടുക്കുന്നവനായി. വായിച്ച ഭാഗം വായിച്ച ഭക്തി. ആ ആ ആ ആ ആ എന്നോ എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്നറിയോ? ലോക സ്ഥാപനത്തിന് മുന്നമേ സ്വർഗം സൂക്ഷിച്ചു വെച്ച ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വീഞ്ഞായി നിങ്ങൾ മാറ്റി. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാക്കിലല്ലേ കർത്താവെന്നല്ലേ പറയാൻ വന്നത്? ലോക സ്ഥാപനത്തിന് മുന്നമേ എന്നെ അവൻ കണ്ടു എത്ര വിശ്വസിക്കും. എങ്കിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു അനുഭവത്തിന്റെ രുചിയിലേക്ക് ദൈവം എന്നെ മാറ്റി. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ചാൽ, അവന്റെ വചനം പ്രമാണിച്ചാൽ, ഒരു പ്രമാണിക്കേണ്ട ഒരു വചനം പറഞ്ഞാൽ കർത്താവ് നിന്നോട് പറഞ്ഞു, സ്നേഹിക്കണം. കൺഫ്യൂഷനായി. അനുസരിക്കാൻ പറഞ്ഞു. അനുസരിക്കോ? അനുസരിക്കും. ക്ഷമിക്കോ? സൽഗുണപൂർണനായിരിക്കും. ഒന്നുകൂടെ പറയാം, ഒന്ന് എത്തിക്കോട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചു. കണ്ടോ, വിരുന്ന് വഴി പറയാണ് എല്ലാവരും മോശം കൊടുക്കുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ വിളമ്പിയിട്ടുണ്ട്. കപ്പ പഴിക്കപ്പോ ഇതും പോരാഞ്ഞ് പച്ചേച്ച് പോകുന്നത് കൂടെ എടുത്ത് തിരിച്ചു കൊണ്ടുവരാതെ ബേക്കറി കൊടുക്കുന്നു. ഭക്ഷണമൊക്കെ അറിയായിരിക്കും, പഴയ ആൾക്കാർക്ക് അറിയാം. ഈ അവസാനം വിളമ്പിയിട്ട് കഴിച്ചിട്ട് പോകുമല്ലോ. അവിടെ നിങ്ങൾ കല്യാണം വീട്ടിൽ പോയി എല്ലാം തീർന്നിട്ട് പോകണം. അപ്പോ ഈ തികയാത്ത വീടുകളിൽ ഇരിക്കുന്നത് എന്തെന്നറിയാം, പഴത്തിന്റെ കൊട്ടയിൽ, കടലിന്റെ കൊട്ടയിൽ, അത് കപ്പയൊക്കെ കിട്ടും. ഇതിൽ അങ്ങനെയല്ല, ഈ വായുവിന്റെ അസുഖങ്ങൾ വലുതാക്കി കഴിക്കും. അതൊക്കെ അടുത്ത ആൾക്കുള്ള കഥ പറയുന്നത്. മഹാപാപമൊന്നും കരുതണ്ട. എത്രയോ എലി കടിച്ചതിനൊക്കെ ഇല്ല നമ്മൾ ഓർമ്മ മാറ്റി. അതിനൊന്നും ഒരു പരാതി. ആ പിടിച്ചൊരു മനുഷ്യന് പരാതിപ്പെടുന്നു. ഇവിടെ കണ്ടോ, വിരുന്നുവാഴി രുചിച്ചു നോക്കിയാണ് വചനം അകത്തുള്ളവന്റെ മാറ്റം ഭയങ്കരം. അനേകർ കേൾക്കി വിളിക്കുന്നു. ഒരു സഭയോട് പറയുന്നു, എനിക്കൊരു കുറവുണ്ട്, വചനത്തിന്റെ കുറവ്. നമ്മൾ പറയാറുണ്ട്, നമുക്ക് നല്ല വചനം കിട്ടുന്നുണ്ടെന്ന് പറയാം. പക്ഷെ വചനം എന്താ പറയാ, കുറവ്. ചിലതിന്റെ മേൽ ഇല്ലവേ ഇല്ല. അവൻ ഒരു തോന്നി നെഹമ്യാവിനെ കുറിച്ച്. രണ്ടാമത്തെ ആയി രണ്ടിന്റെ
8 മുതൽ വായിക്കും. എത്ര വായിക്കുന്നു? അതിനാണല്ലോ തുടക്കം. അത് വായിക്കും. ഒരു വാക്ക് കിടക്കുന്നുണ്ടോ? മനുഷ്യരുടെ അടുക്കൽ ചെല്ലുമ്പോ എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമാകും. നിരവധി മാത്രം കൊടുത്താൽ അധികാരികളെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയുമോ ഇല്ലേ? ഞാനും നമ്മളൊക്കെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് സഭ ചലിക്കേണ്ടത്. എങ്കിൽ അധികാരികൾ ആർക്ക് അനുകൂലമാകും? നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ അവിടെ തടയപ്പെട്ടതുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട അയ്യോ ഇങ്ങനൊരു ദൈവമുണ്ടോ കരയം തടഞ്ഞു ലിഖിതമാണ്. ഹല്ലേലൂയ. നമ്മളൊരാളുടെ 10,000 കളഞ്ഞു, 10,000 അയാളെ ചിലപ്പോൾ 10 ലക്ഷം രൂപ കയറി നമ്മൾ കണ്ടിട്ടായിരിക്കും ചോദിക്കും. തരാത്തപ്പോൾ ഒരു വിഷമം എന്ന് പറയണതല്ലേ. അവൻ തന്നാൽ പറയും, അവൻ തന്നിട്ട് മഹത്വം. ആ കാര്യം വേണ്ട, വേറെ സ്ഥലം ഉണ്ടോ? ഇവിടെ കണ്ട ഒരു ലെറ്റർ എല്ലാം ഉണ്ടെങ്കിലും അവിടെ പറയുന്നുണ്ടോ ദൈവത്തിന്റെ കൈ എനിക്ക് ആയിരുന്നത് കൊണ്ട് രാജാവിന്റെ എഴുത്ത് വായിക്കുന്നതൊക്കെ ഇന്ന് നമ്മള് ഉമ്മാവ് എഴുത്ത് കത്തിട്ടും പോലെ അല്ല. രാജാവിൻ്റെതാണ് കത്തിരിക്കേണ്ടത്. ദൈവം പ്രവർത്തിച്ചാലേ നടക്കും. എല്ലാം മനസ്സിലാവുന്ന സ്വരം. ആമേ. നമുക്കൊക്കെ ചില കത്തുകളൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. ഈ ദൂതുവാകിയാണെങ്കിൽ അത് തുറന്നു കാണിച്ചു. ആമേ. ഹല്ലേലൂയ. ഈ പദം നിങ്ങൾ പറക്കരുത്. എന്റെ ദൈവത്തിന്റെ കൈയല്ല, ദയുള്ള കൈ. വചനം തെറ്റി പറയരുത്. അതിനകത്തുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള വാക്ക് തന്നെ ദയാണ്. ഈ ദയ എന്ന് പറയുമ്പോൾ നെഹമ്യാവിന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കേണ്ട കാര്യം കത്താണത്. എന്റെ മക്കളാകെ പട്ടിണി കിടക്കുന്നു, 2 കത്ത് കൊണ്ടുകൊടുക്കും, തീറ്റ കൊടുക്കാനുള്ളതാണത്. ദൈവവേലയ്ക്കുള്ള കാര്യം ഈ പറയണേ. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? നമ്മളാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിച്ച വിജയത്തിന്റെ മേലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. സമയത്ത് നോട്ട് ചെയ്തിട്ടാണ് നീ അവിടെ 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ സമയത്തിന് ബസ്സിൽ കയറി 9 മണിക്ക് ആരാധനയ്ക്ക് എത്താൻ പറ്റും? ഇവിടെ ഈ മനുഷ്യൻ സുവിശേഷത്തിനായി 11 മണിക്ക് പോകുന്ന മനുഷ്യൻ പറയുകയാണ് എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായി എന്ന്. നമ്മളിങ്ങനെ ഈശ്വര ചെയ്യുമ്പോ കർത്താവെ ഞാൻ വെക്കണം, ബാക്കിയെല്ലാം നീ അവിടെ നടന്നേക്കണം, നീ പോയാട്ടെ, നീ നടന്നാട്ടെ, നീ മുമ്പിൽ പോയാട്ടെ, നീ ഇവിടെ ചെയ്താട്ടെ, നീയോ ഞാൻ വല്ലപ്പോഴും. ഇവിടെ ആ മനുഷ്യൻ പറയുകയാണ് എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എന്നെ ഏൽപ്പിച്ച നിയോഗത്തിന്റെ മേൽ അത് വ്യാപരിച്ചു, സഭയുടെ മേൽ അത് വ്യാപരിച്ചു, സുവിശേഷത്തിന്റെ മേൽ വ്യാപരിച്ചു, ബുദ്ധിയുള്ളവന്റെ മേൽ വ്യാപരിക്കും. അടുത്ത് തന്നു. അടുത്ത് കേട്ടോ, ഇതെല്ലാം ദൈവത്തിന്റെ ദയുള്ള കൈയാണ്. ആരെങ്കിലും കൂടെ നമ്മുടെ കൂടെ അയപ്പാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വരും. ഇനി വന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, കർത്താവ് കൂടെ വന്നാൽ പോരെ. ആരും വന്നില്ലെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടാകാൻ പോരെ. ഇത് നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. സോറൻ നമ്മളായിട്ട് നന്നായിട്ട് കർത്താവിനെ പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പോകും. അങ്ങ് നിന്നും നോക്കിയാൽ നീ പിന്നിൽ പോയിടാം, സംഘമില്ലതോടിയാൽ കിരീടം പ്രാപിക്കാം. ഇല്ല, ഞാനും എന്റെ മക്കളും ഒരുമിച്ചേ ഞങ്ങൾ കിരീടം പ്രാപിക്കും. ഇല്ല, നടക്കേല. ഇതിനകത്ത് നോഹ ഉണ്ടെങ്കിൽ നോഹയ്ക്ക്, ഇതിനകത്ത്
വീണ് ഉയർത്തുന്നത് ആഹാബ് അല്ലല്ലോ. ആഹാബ് ഉണ്ടെങ്കിൽ ആഹാബിന് കിട്ടുകയാണ്, ഇസബൽ ഉണ്ടെങ്കിൽ ഇസബലിന് കിട്ടുകയാണ്. ഒരു അമ്മയ്ക്ക് 7 മക്കൾ 10 മക്കളൊക്കെ ഉണ്ടാകും. 10 പേരെ കൂട്ടിക്കൊണ്ട് ദിവസം ഇതിനകത്ത് ഒന്ന് നോഹേവാ കയറിപ്പോന്ന് പറയും, മറ്റേത് ഇസബല് അങ്ങോട്ട് പോന്ന് പറയും. നല്ല മനസ്സിലാവുന്ന ഉണ്ടോ? അപ്പൊ ചിലത് നമ്മളെ ഞാൻ പൊന്നു കൊടുത്ത് വളർത്തിയതാ, നീ പൊന്നു കൊടുത്താലും തന്നു കൊടുത്താലും നീക്കുള്ളതാണ്. ഇങ്ങോട്ട് പോകുന്നത് അയ്യോ കരയാൻ ദിവസം. അപ്പോഴാണ് അടുത്ത വരും, നിന്റെ കാര്യത്തിൽ എന്തായി കർത്താവ്? നീ കയറിപ്പോയി. ആമേൻ. അടുത്ത വാക്യം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വിടണ്ട, അതൊന്നുമല്ല വിഷു ദൂരമല്ല, അതൊന്നും ഞാൻ തോന്നുന്നില്ല. കേട്ടോ, എന്നോട് കൂടെ ഇപ്പൊ 3 ദിവസം ഞാൻ കരുതുന്നു, 3 ദിവസം പ്രാർത്ഥന ഇരുന്നതാണ്. നടക്കുന്ന ഒരു സ്വഭാവം നെഹമ്യാവിനില്ല. നല്ലൊരു മനുഷ്യൻ നമുക്ക് ഇല്ലെങ്കിലും നെഹമ്യാവിനത്. ഇവര് 3 ദിവസത്തെ പ്രാർത്ഥന ഇന്നലെ എത്ര പേർ പ്രാർത്ഥിച്ചു എന്നുള്ളത്. അവർ പ്രാർത്ഥനയിലിരുന്നു. രാത്രി എഴുന്നേറ്റ്. നെഹമ്യാവ് എഴുന്നേൽക്കുന്നത് കണ്ട് കൂടെ ചില പുരുഷന്മാർ എഴുന്നേറ്റ്. ആമേൻ. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാകാൻ വേണ്ടി പെട്ടുപോയത് എന്റെ പോലെ എഴുന്നേറ്റ്. ഇപ്പൊ എന്ത് ചെയ്യാൻ? അങ്ങേര് ഒരു കാര്യം തീരുമാനിച്ച അങ്ങേര് എഴുന്നേറ്റ്, ഞാനും എഴുന്നേറ്റ്. അങ്ങേര് എഴുന്നേറ്റ്, ഞാൻ നിവൃത്തിയില്ല. കൂടെ ചില പുരുഷന്മാർ എഴുന്നേറ്റ്. അടുത്ത വാക്യം. ഇതാണ് ദൂത്. ഇത് മുമ്പൊരിക്കൽ ഇവിടെ തന്നു എന്നാ എന്റെ ഓർമ്മ. എന്നാൽ യെരൂശലേമിൽ എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നു. എല്ലാ സൂര്യ തേജസ്സിന്റെ പ്രഭയാൽ വന്ന് യാഗപീഠത്തിൽ നിന്ന് പൊടിലെടുത്ത് എന്റെ വായിൽ വെച്ച് തരികയല്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അഗ്നിമയ രഥത്തിൽ കൂടി സറാപ്പിൽ പറന്നു വന്നു, പൊടിലെടുത്തു. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഗബ്രിയേൽ വന്ന് പറഞ്ഞാൽ മാത്രമേ ദൂതാവും, ഇല്ലെങ്കിൽ പേര് കേട്ടൊരു പ്രവാചകം എന്ന് പറയണം. എന്റെ പൊതു ദൈവമക്കളെ, ദൈവം വചനം പറഞ്ഞാൽ അത് പ്രവചനമാണ്. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ദൈവം എന്ത് കൊടുത്തു? ഒരു തോന്നലാണ് കൊടുത്തത്. ഇതിനെ മാനിച്ചാൽ നീ വലിയ മതിൽപ്പണി ചെയ്യുന്നവനായിരിക്കും. ഇന്ന് ആരാധനയ്ക്ക് പോണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുത്തിരുന്നവരോട് ഒരു തോന്നൽ തന്നു, ഇത് രാവിലെ എഴുതിട്ട് പോ. പിശാച് പറയുന്ന നല്ലത് ഉപസിക്കായിരിക്കും. പിശാച് പറയുകയാണ് ദൈവം തന്നെ. ചിലപ്പോ തോന്നലായിരിക്കും തരുന്നത്, അതിനെ മാനിച്ചോളണം. കള്ളം ചെയ്യരുത്, നീ കള്ളം പറയുന്നത് തോന്നൽ തന്നു. തോന്നലേ തന്നുള്ളൂ, വാസ്തു പറഞ്ഞില്ലല്ലോ, ഞാൻ ചെയ്യും. ഇവിടെ നെഹമ്യാവെന്ന ദൈവദാസൻ, ഇസ്രായേലിന് വേണ്ടി എരിവോടും ദൈവദാസന്റെ ഉള്ളിൽ തോന്നലാണ് ദൈവം കൊടുത്തത്. ഇസ്രായേൽ കർത്താവിന് മോശയ്ക്കുണ്ടായ തോന്നല് കുശിസ്തിയെ വിവാഹം കഴിച്ചപ്പോ മിരിയാമിനും അഹറോനും ചില തോന്നലുകൾ ഉണ്ടായി. അഹറോനും അങ്ങനെയാണല്ലോ. പളാണിന്റെ വീട്ടിൽ അപ്പോൾ കാരണം മിരിയാമിനൊന്നും കിടക്കപ്പോയില്ല. അങ്ങനെയാണല്ലോ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ മറ്റു പെണ്ണുങ്ങൾക്ക് ഒരു ഉറക്കമില്ല, ഉള്ളിൽ കിടക്കുന്നു. ഒട്ടനവധിയായി ഇതിന്റെ അക്കരെ കിടക്കാതെ മരുഭൂമിയിൽ പട്ടുപോയി. ആമേൻ. അഹ്റോൻ കർത്താവ് ഉപ്പായി കൂടി മാറ്റിയപ്പോൾ അവിടെ ഈ മനുഷ്യനോട് പറയാ, ഞാൻ തോന്നലുകളായിട്ടല്ല, നേരിട്ട് സംസാരിക്കുക മോശം. ഇവിടെ കണ്ടോ, നെഹമ്യാവിന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു. ദൈവം തരുന്ന തോന്നലും വലുതാണെന്ന്. ഹല്ലേലൂയ. എന്താ തോന്നിച്ചെന്നറിയോ? നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. വായിച്ചോളൂ. ഞാനത് ആരോടും പറഞ്ഞു. ചില കാര്യങ്ങളൊന്നും പറയാൻ കൂടുതലല്ല, പറഞ്ഞ് അടച്ചു അപ്പം തന്നെ ബ്ലോക്ക് ചെയ്താൽ എഴുന്നേറ്റുന്നത്. നമുക്ക്
കുതിര റെഡിയാണോ? ഇല്ല യജമാനെ, കുളിച്ചിട്ടില്ല, നാളെയാണ്. എന്നാ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇപ്പോഴും ഇന്നോ എപ്പോ? മണി 12:30 കഴിഞ്ഞു. നമ്മളെ പെണ്ണുങ്ങൾ ഇതിനാൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളെ അത് ദൈവശബ്ദമായിട്ട് കേട്ട് നാളെയാണ്. ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞു? ശരിയല്ലേ? ഇന്നിപ്പോ വേണ്ട, വെയിലല്ലേ? അത് ഈ ബുദ്ധിയുള്ള നെഹമ്യാവ് ചില ആലോചനകൾ, ദൈവിക ആലോചനകൾ ദൈവവുമായി ബന്ധമില്ലാത്ത പറഞ്ഞിട്ട് ഒരു കാര്യവും നമ്മളിങ്ങനെ എരി കൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പിള്ളേരെ കാര്യം മോന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞില്ല, ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാം എല്ലാരോടും പറയാൻ പറ്റും. നെഹമ്യാവ് പറഞ്ഞില്ല, കൂടെ എഴുന്നേറ്റതൊക്കെ ശരിയാ. വല്ല പ്രശ്നം കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ ചാടിയത്. നെഹമ്യാവ് ചാടിയതിന്റെ ദൈവ പറഞ്ഞില്ല, തോന്നിച്ചു, പക്ഷെ ആരോടും പറഞ്ഞു. അടുത്ത പറഞ്ഞു കണ്ടോ, ഞാനൊരു മൃഗത്തിൽ കയറിയിരുന്നു, ആ മൃഗവും ഞാനും അല്ലാതെ ഈ കൂടെ എഴുന്നേറ്റവും നടക്കുമ്പോൾ അപ്പുറത്ത് പോയി പുറത്ത് പോയി മുക്ക് വെച്ചിട്ട് വന്ന വേറൊരു മൃഗം പോലും എന്ത് ചെയ്തു? ഈ കഴുതയാണെങ്കിൽ കഴുതയുടെ ഭർത്താവ് അപ്പുറത്തുണ്ട്, ആ ഭർത്താവ് പോലും കൂടെ വന്നു. കഴുത ഭർത്താവ്, കുതിര ഭർത്താവാണെങ്കിൽ കുതിര കൊടുക്കുന്നത് എന്റെ ഭർത്താവ് പോയില്ല. ഇത് മാത്രമേ ഉണ്ടായി. ദൈവം നിശ്ചയിച്ചവർ മാത്രമേ. അപ്പൊ അവിടെ അനുസരണയുള്ള ഒരു മൃഗം മാത്രമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ചില ദൈവ പ്രവൃത്തികൾ എങ്ങനെ നടക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ദൈവം തന്ന നേരത്തമുണ്ടോ കൽപ്പന അനുസരിച്ച് പക്കോളം നിറച്ചു വീഞ്ഞായി മാറി. ഇവിടെ കണ്ടോ, ഒന്നിച്ചു, അവൻ എഴുന്നേറ്റു, ആരോടും പറഞ്ഞില്ല, മൃഗത്തിന് മേൽ കയറി യാത്ര ആരംഭിച്ചു. ആമേൻ. അടുത്ത 2-3 വാക്യങ്ങളായി. ആ ഇനി അത് വീട്ടിൽ പോകുന്നത് വായിച്ചാലും ഉറക്കി. ഇനി അടുത്ത പ്രാവശ്യം ദൂത് വരുമ്പോ മാത്രമേ തുറക്കൂ. ആ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചില ഒരു കൂട്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച ഇന്ന് കൊച്ചപ്പം മേശലി വിളിച്ചോണ്ട് വന്നിട്ട് നമുക്ക് പടിയണം, കുളിച്ചു കളഞ്ഞു. കണ്ടിട്ടില്ല ചിലത് കൂടെ വന്നിട്ട് നമ്മുടെ ആ സമയത്ത് ഉദ്ദേശിക്കുന്നത് ഇതും കണ്ടൊന്നും ചാടിക്കുവാൻ ദൈവത്തെ നോക്കി വേണം. ചെല്ലുന്ന ഞാനുണ്ടാവും, അടിയപ്പിക്കും, ഞാൻ കൂടെ കാണും. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഒരാളുടെ വീട്ടിൽ പോയപ്പോ വീട്ടിൽ വന്ന് കയറുമ്പോൾ പട്ടി ഇടന്നു. ആ പട്ടി ഇരിക്കരുത്, കഴിക്കുന്ന പട്ടിയാണ്. ആ പട്ടി അവനോ അവിടെ ഇങ്ങനെ അലണ്ടായി. എന്റെ ധൈര്യം എന്റെ കൂടെ അവൻ ആശാരിയാണ്. അവനെന്റെ കുമാരൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന്റെ കുറേ, അവനെന്റെ കുറെ ഉള്ളതിന്റെ ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് മസിഞ്ഞു. ഞാനങ്ങ് മുമ്പോട്ട് നടക്കുമ്പോ 2-3 മിനിറ്റ് കൂടെ പിന്നെ ഇവിടുന്ന് ഇത്ര ദൂരം വരും. വീട്ടിന്റെ അവിടെ അല്ല, ആ ഗേറ്റ് തുറന്ന് അകത്തോട്ട് മുമ്പോട്ട് കിടക്കുമ്പോൾ അലറുന്ന സിംഹം പോലെ ഈ പട്ടി ചാടി എന്റെ കണ്ടയ്ക്ക് പിടിക്കാൻ പറ്റും. കുമാറുള്ള ധൈര്യത്തിൽ ഞാൻ ഒറ്റ ഈ ഇടിയോട് കൂടെ നോക്കുമ്പോൾ കുമാർ ഓടിയത് കണ്ടിട്ടാ ഈ പട്ടി ആക്രമിക്കാൻ വന്നു. കിട്ടിയത് ഞാനായി. എന്റെ ധൈര്യം, ഞാൻ അതിനെ അടിച്ചതിന്റെ ധൈര്യം ഇവനാ. തടിയെടുത്ത് അടുത്ത പരിപാടി ചെയ്യും. പക്ഷെ അവൻ കേട്ടും കൂട്ടി പുറത്തെയായി. പിന്നെ അവിടെ ഓടി എങ്ങനെ മതിലാടി കണ്ടു. മനുഷ്യരെ നോക്കിയിട്ട് പക്ഷെ ദൈവത്തിന്റെ കൽപ്പനയാൽ പോലെ മനുഷ്യരുടെ ധൈര്യം വെച്ചോണ്ട് തീരരുത്. ദൈവമക്കളെ പോകരുത്. ഓർമ്മ തന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്ക് ആരുടെ മുമ്പിലാണ് കണക്ക് ബോധിപ്പിക്കാനുള്ളത്? ഈ മനുഷ്യൻ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് എല്ലാം രാത്രി കണ്ട് മനസ്സിലാക്കുകയാണ്. എവിടെയാണ് ഞാൻ പണിയേണ്ടത്, എന്താ ചെയ്യേണ്ടത്? രാത്രിയിലെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും. ഒരു തോന്നലാണ് തന്നെങ്കിലും അവൻ എഴുന്നേറ്റു. മറ്റുള്ളവരോട് പറയാൻ നിന്നില്ല, അവനിരുന്ന് പ്രാർത്ഥിച്ചു, അവർ യാത്ര ചെയ്തു. രാത്രി എഴുന്നേറ്റ് പോയി. എവിടെയാ പ്രശ്നം കിടക്കുന്നേ? അതിന് പണിയാണ് ഏൽപ്പിച്ച നിയോഗം. സഭ എഴുന്നേൽക്കട്ടെ, ഈ ഉപവാസത്തിൽ അനുഗ്രഹമാകട്ടെ. എവിടെയാണ് നിന്റെ മതിലുകൾ പൊടിഞ്ഞു കിടക്കുന്നേ? എഴുന്നേറ്റ് യാത്ര ചെയ്യുക. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഒന്ന് നടക്ക്.
കർത്താവ് കാണിച്ചു തരും. മോനെ താഴ്വര വാതിൽ പൊളിച്ചിട്ടേക്കണം, അതുവഴി ജലന്തി കയറി വരും. കുപ്പവാതിൽ പൊളിഞ്ഞു കിടക്കുന്നു. ഓരോന്നും കാണിച്ചു കൊടുക്കുക. ഞാൻ ദൂതതാണ് സഹോദരങ്ങളെ. ഇത് കേൾക്കുന്നവരോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഒരു തോന്നൽ തന്നാൽ വിട്ടുകളയരുത്. നീ എഴുന്നേറ്റ് ദൈവത്തോടു കൂടെ സഞ്ചരിച്ചു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. ആ സമയം കർത്താവിനോടുകൂടെ ശാന്തമായി മറ്റുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നതൊക്കെ വിട്ടിട്ട്, ഇവിടെ എന്റെ മതിൽ പൊളിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരും, വടക്കേ ഭാഗത്ത് മതിൽ പൊളിഞ്ഞു കിടക്കും. വിടവുകൾ കാണിച്ചു തരും. ശത്രു അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്, തോബിയാവും സൻബല്ലത്തും നിൽപ്പുണ്ട്. 4-5 അധ്യായങ്ങളും കഴിയുമ്പോൾ ഈ വിടവടച്ചെന്ന് കേൾക്കുമ്പോൾ അവന്മാർക്കുണ്ടാവുന്ന ഒരു എരിവുണ്ട്. പക്ഷെ കർത്താവ് വിടവ് കാണിച്ചു കൊടുത്തില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ ഈ രണ്ടാമത്തെ ദൂത് കൈമാറുന്നു. ഈ സഭയുടെ ഉപവാസം നമ്മൾ ദൈവത്തിന്റെ മുമ്പാകിരിക്കും. ദൈവം നിനക്കൊരു തോന്നൽ തന്നിട്ടുണ്ടെന്ന് ആത്മാവിനോട് ഇടപെടുന്നു. ശുദ്ധീകരണത്തിന്റെ ഒരു തോന്നൽ, മാറേണ്ടുന്ന വിഷയങ്ങൾ, എതിർപ്പുകൾ, ദൈവസഭയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ കീഴടങ്ങാത്ത നമ്മുടെ സ്വഭാവങ്ങൾ 2024 അതുപോലെ പൊതിഞ്ഞു കെട്ടി വന്നിട്ടുണ്ട്. 2025 എന്നാ ഇത് അവിടെ ഇരിക്കട്ടെ, 25 കൂടെ ഇരിക്കട്ടെ, വേണ്ട. ഞാൻ എഴുന്നേൽക്കും, ഞാൻ വക്കോളം നിറയ്ക്കും, ഞാൻ വക്കോളം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വക്കോളം നിറയ്ക്കും, വചനം കൊണ്ട് നിറയ്ക്കും, ദൈവം തന്ന തോന്നലിനെ ഞാൻ മാനിക്കും, ഞാൻ എഴുന്നേൽക്കും. എന്റെ കൂടെയുള്ളവർ ഉറങ്ങിയാലും ഞാൻ എഴുന്നേറ്റ് യാത്ര ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് മറ്റാളുടെ സഹായമില്ലെങ്കിലും എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും യെരൂശലേം ദേവാലയത്തിന്റെ അകം കണ്ടിട്ടില്ലാത്ത കഴുത യാഗവസ്തുവല്ല. പക്ഷെ ആ കഴുത യേശു കയറിയപ്പോ കിഴക്കേ വാതിലിൽ കൂടെ ആലയത്തിനകത്ത് കയറി ആ കഴുതയ്ക്ക് ഈ അങ്ങനത്തെ ബുദ്ധി ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. യെരൂശലേം ദേവാലയം മഹാദൈവം ഇറങ്ങിയ ശക്തിയെ ഇറങ്ങിയ സ്ഥലം ഇതാണോ? ഒരു ദൂത് പറയാം. 38 വർഷമായി കിടന്നവൻ എഴുന്നേറ്റ് ആലയത്തിനകത്ത് ഓടിച്ചത് കയറിയത് കണ്ടോ? അവൻ പറഞ്ഞ മറുപടി ഉണ്ടോ? എന്നോട് പറഞ്ഞവൻ എന്നെ സൗഖ്യമാക്കി കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞത്. ഇവിടെ ഈ കഴുത ഇങ്ങനെ അന്തിച്ച് നിന്നിട്ടുണ്ടാവും. കർത്താവ് കയറിയതുകൊണ്ടല്ലേ ഈ കഴുത ആലയത്തിൽ കയറിയത്. അതിന് യാഗത്തിന് വേണ്ട, അറക്കാൻ വേണ്ട, അതിന്റെ മാംസം വേണ്ട. പക്ഷെ ആ കഴുത എന്റെ കർത്താവിന് വേണമായിരുന്നു. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയുന്നത്, എന്നെ എന്റെ കർത്താവിന് വേണം. അവൻ ആലയത്തിന്റെ കിഴക്കേ വാതിൽ കൂടി എന്നെ കൊണ്ടുപോയി. അവൻ ആ പെട്ടകത്തിന്റെ അടുക്കളേക്ക് എന്നെ കൊണ്ടുപോകും. എന്റെ ആത്മാവിന്റെ മോട് സംസാരിക്കും. എനിക്ക് ആലയത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരും. സ്വർഗത്തിന്റെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരും. കഴുതയ്ക്ക് അത് കാണിച്ചു തരും. എന്റെ കണ്ണ് തള്ളി പുറത്തു വന്നിട്ടുണ്ടാവും. പക്ഷെ കർത്താവ് ആ കഴുത പുറത്ത് കയറായിരുന്നെങ്കിൽ ഒരിക്കലും അത് യെരൂശലേം ദേവാലയത്തിന്റെ പുറത്ത് കിടക്കുന്നതല്ല, അകത്ത് കയറത്തില്ല. ഈ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരോട് പറയുന്നു, എന്റെ കർത്താവേ, നീ എന്റെ മേലൊന്ന് കയറണം. ഈ കഴുതയുടെ മേൽ. ഈ കഴുതയ്ക്ക് ബുദ്ധിയില്ല. ഈ കഴുത വഴിവെക്കിൽ നിന്ന് കരയുന്ന കഴുതയാണ്. എങ്കിലും നീ തോന്നിപ്പിച്ചാൽ ഞാൻ സംസാരിക്കാം. നീ എന്നോട് ആലോചന തന്നാൽ ഞാൻ ദൂതുകൾ അറിയിക്കാം. എന്തോ ബിലയാമിന്റെ കൂടെ വന്ന കഴുത ദൂത് അറിയിച്ചോ ഇല്ലേ? ഞാൻ പറയണം, കർത്താവേ, നീ എന്നോട് പറഞ്ഞാൽ ഞാൻ ദൂത് അറിയിക്കാം. നീ എനിക്ക് തോന്നലുകൾ തരണം. നീ നിറയ്ക്കാൻ എന്നോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ നല്ലൊരു വീഞ്ഞായി മാറുന്നു. ഹല്ലേലൂയ. അനുഗ്രഹമായി തീരുന്നേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും